അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്. ഒന്ന് NDVI കാൽക്കുലേഷനും അതുപോലെ തന്നെ നമുക്കൊരു മാപ്പ് തന്നാൽ അതിനെ FCC ഫാൾസ് കളർ കോമ്പോസിറ്റിലോട്ട് ആക്കുന്നതും കൂടെ ഉള്ളത്. സോ നമുക്കിനി ആദ്യം NDVI കാൽക്കുലേഷന് വേണ്ടി ആദ്യം നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ മാപ്പ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. ലെയറിൽ പോയി ആഡ് ലെയർ, ആഡ് റാസ്റ്റർ ലെയർ, എന്നിട്ട് എവിടെയാണോ നമ്മുടെ മാപ്പ് സേവ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ആക്കുക, ആഡ് ചെയ്യുക. സോ നമ്മുടെ മാപ്പ് ഇപ്പൊ ലാൻഡ്സാറ്റിന്റെ മാപ്പ് നമ്മുടെ QGIS പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞു. ഈ വന്നതിൽ നിന്ന് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് NDVI എന്നുള്ള ഇൻഡെക്സിന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഇമേജിൽ മാറ്റം വരുത്തണം. സോ നമ്മൾ റാസ്റ്ററിൽ പോയി റാസ്റ്റർ കാൽക്കുലേറ്റർ കൊടുത്തു. ഇതില് നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുള്ളൂ. ഒന്ന് NDVIയുടെ ഇക്വേഷൻസ് കൊടുക്കുക, പിന്നെ ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. ഇവിടെ ഔട്ട്പുട്ട് ലെയർ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അത് നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്തു. ഇനി ഇതിന് ഇക്വേഷൻ അടിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് NIR - red ഡിവൈഡ് ബൈ NIR + red. അതാണ് NDVIയുടെ ഇക്വേഷൻ. അപ്പം NIR റേഞ്ച് ഏതാണെന്നും റെഡിന്റെ റേഞ്ച് ഏതാണെന്നൊക്കെയുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ നോർമലി ലാൻഡ് യൂസ് അറ്റ് 5 ആണ് NIR റീജിയൻ ആയിട്ട് വരുന്നത്. 4 റെഡിന്റെ റീജിയൻ ആണ്. സോ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു, 5 മൈനസ് ലാൻഡ് യൂസ് അറ്റ് 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് ബൈ NIR + red. സോ 5 പ്ലസ് red ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ താഴെ എക്സ്പ്രഷൻ വാലിഡ് നമ്മൾ ഈ അടിക്കുന്ന ഇക്വേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ എക്സ്പ്രഷൻ ഇൻവാലിഡിനുണ്ടാവും. ഈ ഓക്കെ ബോക്സ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പം ആകെ നമ്മളിവിടെ അതിന്റെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ കൊടുത്തു, ഇക്വേഷൻ ഇവിടെ താഴെ കൊടുത്തു, എന്നിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ NDVI ഇമേജ് ഇവിടെ ലേയേഴ്സ് പാനലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കളർ കോമ്പോസിഷൻ നമുക്ക് മാറ്റണം. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസിൽ സിംബോളജിയിൽ സിംഗിൾ ബാൻഡ് ഗ്രേയിലായിരിക്കും ഇത് കിടക്കുന്നത്. അത് മാറ്റി നമ്മൾ സിംഗിൾ ബാൻഡ് സൂഡോ കളറിലോട്ട് പോകും. എന്നിട്ട് കളർ ഇന്റർപോളേഷൻ ലീനിയറിൽ നിന്ന് ഡിസ്ക്രീറ്റിലോട്ട് മാറ്റി കളർ റാങ്ക് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്, ഇപ്പൊ ഗ്രീൻസിനാണ് ഗ്രീൻസ് കൊടുക്കാം, ബ്ലൂസില് ഏത് കളർ കോമ്പോസിഷനിലോട്ടാണ് നമുക്ക് അത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇവിടെ മോഡ് കണ്ടിന്യൂസ് എന്നുള്ളത് ഈക്വൽ ഇന്റർവെൽ കൊടുക്കും. അടുത്ത ക്ലാസ്സസ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ വേണം, നമുക്ക് 5 ക്ലാസ്സസ് വേണമെങ്കിൽ 5 കൊടുക്കാം, 6 വേണമെങ്കിൽ 6 കൊടുക്കാം. അങ്ങനെ അതിനനുസരിച്ച് ഇത് കൂടി കിട്ടും. നിങ്ങൾക്ക് എത്ര ക്ലാസ്സസ് ആയിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അതനുസരിച്ച് ഈക്വൽ ഇന്റർവെല്ലായിട്ട് ഇവിടെ മാറി കിട്ടും. ക്ലാസ് 5 കൊടുത്തു, എന്നിട്ട് അപ്ലൈ കൊടുത്തു. അപ്പൊ നമുക്ക് NDVIനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടി. പക്ഷേ ഇത് NDVI ഇമേജ് ആണ്. ഇതിന് നമുക്ക് അങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സാധാ ലാൻഡ്സാറ്റ് മാപ്പിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഓരോ പ്രോപ്പർട്ടീസ് ഡിലിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ FCCയിലോട്ട് മാറ്റും, അതായത് ഫാൾസ് കളർ കോമ്പോസിറ്റിലോട്ട് മാറ്റും. അത് നമ്മുടെ ലാൻഡ് യൂസ് മാപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഈ സിംബോളജിയിൽ റെൻഡർ ടൈപ്പ് നമ്മൾ മൾട്ടി ബാൻഡ് കളർ കൊടുത്തു. എന്നിട്ട് ഈ റെഡ് ബാൻഡിന്റെ സ്ഥലത്ത് നമ്മൾ നിയർ ഇൻഫ്രാറെഡ് അതായത് ബാൻഡ് 5 കൊടുക്കും, ഗ്രീൻ ബാൻഡിന്റെ സ്ഥലത്ത് ബാൻഡ് 4 കൊടുക്കും, ബ്ലൂ ബാൻഡിന്റെ സ്ഥലത്ത് ബാൻഡ് ബ്ലൂ തന്നെ കൊടുക്കും. ഈ 3 ബാൻഡ് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ നമ്മുടെ FCCയിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വന്നു. അതായത് റെഡ് ബാൻഡിന്റെ സ്ഥലത്ത് നമ്മൾ നിയർ ഇൻഫ്രാറെഡിന്റെ ബാൻഡ് 5 കൊടുത്തു, അതിന്റെ താഴെ ഗ്രീൻ ബാൻഡിലും ബ്ലൂ ബാൻഡിലും ബാൻഡ് 4ഉം 3 കറസ്പോണ്ടിങ് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു. ഓക്കെ, ഇപ്പം ഇതിലെ വെജിറ്റേഷൻസ് റെഡ് കളറിൽ കാണും. കുറച്ചുകൂടെ നമുക്ക് ഇതിന്റെ ഇവിടെയുള്ള വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെ ഡീലിനേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇനി ബാക്കി ഇതിന്റെ കണ്ടിന്യൂസ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് ചിലപ്പം ഇതിന്റെ വെജിറ്റേഷൻസ് ഒരു പോളിഗണായിട്ട് ഇതിന്റെ ഒരു വെക്ടർ ആയിട്ട് ഒരു വേറെ ലെയർ ആയിട്ട് എടുത്തിട്ട് വേറെ ലെയർ ആയിട്ട് ഡീലിനേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇതാണ് FCCയിലോട്ട് ഇതിനെ കളർ കോമ്പോസിഷനിലോട്ട് മാറ്റുന്നത്.